നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണ്. മണ്ഡലത്തിൽ നിലവിലെ MLA LDF നിന്ന് മത്സരിച്ച് വിജയിച്ച കെ രാജനാണ്. രാജനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. UDF നിന്നും അഡ്വക്കേറ്റ് ഷാജി കൊടങ്കണ്ടത്ത്, NDAയിൽ നിന്ന് ബിജോയ് തോമസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കാർഷിക മേഖലയ്ക്ക് പരിഗണന, ടൂറിസം, വനമേഖലയിലെ പട്ടയ വിതരണം, വ്യവസായങ്ങൾക്ക് പിന്തുണ തുടങ്ങിയ കാര്യങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ടൂറിസം പോയിട്ട് ഇവിടുത്തെ റോഡ് വികസനം വരെ കറക്റ്റ് ആയിട്ടില്ല. ഇത് കണ്ടോടിങ്ങിട്ട് കൊല്ലം കുറെ ഇവിടെ ഉള്ളവര് ഇന്നാവും നാളെയാവും മറ്റന്നാളാവും എന്ന് പറഞ്ഞിട്ട് ആവില്ല എന്ന് ദൈവം കണ്ടു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതന്നെ രാഷ്ട്രീയ നാടകം. അതന്നെ തവണ കാര്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കാര്യം 10 കൊല്ലം ഈ രാജ്യത്തിന്റെ MLA ആയി നടന്നെങ്കിലും ബീച്ച് അല്ലെങ്കിൽ ടൂറിസം ഒരു കാര്യമായ രീതിയിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ബീച്ച് ഡാം അടക്കമുള്ള ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാവുന്ന ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനാണ് ബീച്ച് ഡാം, നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ 10 വർഷം ഒല്ലൂർ നിയോജകമണ്ഡലത്തില് ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ യാതൊരു തരത്തിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിന്, യാഥാർത്ഥ്യമാക്കുന്നതിന് ആ MLA ആയിരുന്ന വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വന്നില്ലേ, അതൊരു വൻ നേട്ടം തന്നെയല്ലേ. ഇപ്പൊ ആൾക്ക് തുറന്നു കൊടുത്തു, കാണാൻ വന്ന് ഇവിടെ തുടങ്ങി. ഇപ്പൊ എന്താ തിരക്ക് തിരക്ക്, അതൊരു നല്ല പരിപാടി ചെയ്തിട്ടുണ്ട്, രാജ്യം ചെയ്തിട്ടുണ്ട്. അത് നമ്മളില്ലാന്ന് പറയാൻ പാടില്ല. സംഗതി അതിക്ക് മുന്നൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും അത് ഉദ്ഘാടനം കഴിഞ്ഞു, പിന്നെ പിണറായി ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പൊ മറ്റു തുറന്നു കൊടുക്കാൻ വേണ്ടി പരിപാടി ഇപ്പൊ കഴിഞ്ഞു. അത് സൂപ്പറായി. വന്യമൃഗങ്ങളുടെ ശല്യം ഈ നാട്ടിൽ വല്ലാത്ത ശല്യം കഴിഞ്ഞു. ഇവിടെയുള്ള ചെറുപ്പക്കാർ ശരിക്കും ഉറങ്ങിയിട്ട് ആഴ്ചകളും മാസങ്ങളായി. കാരണം വെച്ചാല് പകലൊക്കെ ഓരോ ജോലിക്ക് പോകുന്നവർ രാത്രി പോയിട്ട് ആനനെ ഓടിക്കാൻ പോകുന്നത്. ദിവസം ആന ഇറങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നും പലതവണയായിട്ട് ആവശ്യപ്പെട്ടിട്ട് വാഗ്ദാനങ്ങൾക്ക് കുറവൊന്നുമില്ല. പക്ഷെ ഇതുവരെ അത് ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല.